ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പൊങ്കലാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അതിന് നമ്മൾ പച്ചരി ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസ് ചെറുപരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നീട് കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഒരു കണക്കില്ല, കാരണം നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിക്കണം. നല്ലോണം കുഴഞ്ഞാണ് ഇത് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു 4-5 വിസിലോളം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇത് നല്ലോണം വെന്ത് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ ചോറൊന്ന് വറുത്തിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, ജീരകം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പിന്നെ നമ്മൾ നെയ്യിലാണിത് വറുത്തിടുന്നത്. നെയ്യ് എടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലോണം വെന്ത് കുഴഞ്ഞ് ആ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. ഈ നെയ്യ് നമ്മൾ ഒഴിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ചോറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുക. അപ്പോൾ നെയ്യ് എന്തായാലും മിസ്സാക്കരുത്. പിന്നീട് അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഒന്ന് പൊട്ടി വന്ന ശേഷം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്ന ശേഷം പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മൂത്ത് ഒന്ന് റോസ്റ്റായിട്ട് വരണം. പിന്നീട് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം അത് വറുത്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ആയിട്ട് നല്ലോണം റോസ്റ്റായി ആ ഒരു പരുവെത്തുമ്പോൾ നമുക്കത് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് കുറച്ചും കൂടി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്